ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ലക്കം വാട്ടർഫാൾസിനടുത്തായിട്ടാണ്. ഈ ലക്കം വാട്ടർഫാൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൂന്നാറിൽ നിന്നും മറയൂരേക്ക് പോകുന്ന റൂട്ടിന് ഇടയിലുള്ളൊരു സ്ഥലമാണ് ലക്കം. അവിടെ ഉള്ളൊരു വാട്ടർഫാൾസിനടുത്തായിട്ടാണ് നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞൊരു പാർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ ഇന്നലെ ഇവിടെ ജക്രാന്ത എന്ന് പറഞ്ഞൊരു പൂവുണ്ട്, വയലറ്റ് കളറിലെ ഒരു സീസണിൽ പിടിക്കുന്ന ഒരു പൂവാണ്. അത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഏപ്രിൽ 10-ാം തീയതിയാണ് ഇന്നത്തെ ദിവസം. ഈ ഒരു ഏപ്രിൽ 10-ാം തീയതി ഈ ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ കാണുന്ന പൂ കാണാൻ വേണ്ടി നിങ്ങൾ പുറപ്പെട്ടോളൂ. ഈ പൂവ് ഇവിടെ കാണുമെന്ന് അറിഞ്ഞത്. ഞാനിവിടെ ചോദിച്ചപ്പോൾ ഒരു 2-3 ആഴ്ചയും കൂടെ ഈ ഒരു പൂവ് ഇവിടെ കാണുമെന്ന് അറിഞ്ഞത്. എന്തായാലും നിങ്ങൾ ഏപ്രിൽ 10-ാം തീയതിയും ആ ഒരു അടുത്ത ഡേറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട ദിവസങ്ങളിൽ വരുവാണെന്നുണ്ടെങ്കിൽ ആ പൂ കാണാൻ സാധിക്കും. ഇനിയിപ്പം എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നിൽക്കുന്ന ലക്കം വാട്ടർഫാൾസിൻ്റെ അവിടെ നിന്ന് ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു. ഇവിടെ കഫ്റ്റേരിയ എല്ലാം ഉണ്ട്. ഒരു ഊണിന് 80 രൂപയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഊണായിരുന്നു. ചിക്കൻ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ 140 രൂപ. ഇവിടെ പിന്നെ ക്യാഷ് പേയ്മെൻ്റ് ഇല്ല, ഒൺലി ഗൂഗിൾ പേ അല്ലെന്നുണ്ടെങ്കിൽ കാർഡ്. അതിവിടെ വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ട് എൻട്രൻസ് ഫീസ് 50 രൂപയാണ്. അത് കാണുന്നതിനും ക്യാഷ് വെച്ചുള്ള പരിപാടികളൊന്നുമില്ല, ഓൺലൈൻ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ കാർഡ്. എന്തായാലും അതെല്ലാം കണ്ടതിന് ശേഷം ഞാൻ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ മറയൂർ റൂട്ട് വഴി ഉടുമലൈപ്പേട്ടയ്ക്ക് പോവുകയാണ്. ഉടുമലൈപ്പേട്ട ടു പാലക്കാട് പോയിട്ട് പാലക്കാട് നിന്നാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. എന്തായാലും ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മറയൂർ വഴി ഉടുമലൈപ്പേട്ടയ്ക്ക് പോകുന്ന ബസ് കിട്ടും. ഡയറക്റ്റ് ഉടുമലൈപ്പേട്ട ബസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും മറയൂർ ചെന്നിട്ട് മറയൂർ നിന്ന് വണ്ടി മാറിയെങ്കിലും കയറാം. ചിലപ്പോഴും അവിടെ നിന്ന് ജീപ്പ് കിട്ടാനും സാധ്യതയുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സൗകര്യം അനുസരിച്ച് ചെയ്യാം. എന്തായാലും ബസ് വരട്ടെ, നമുക്ക് ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം. അങ്ങനെ ഞാൻ പെട്ടെന്നൊരു ബസ് വന്നു, അതിൽ ചാടി കയറി ടിക്കറ്റും എടുത്തു. ഉടുമലൈപ്പേട്ട വരെ പോകുന്നതിന് ബസ് ടിക്കറ്റ് ചാർജ് 83 രൂപ. അങ്ങനെ നമ്മൾ അതിമനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളെല്ലാം കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുവാണ്. ബസ് വളഞ്ഞും പൊളഞ്ഞും എല്ലാം പോവുകയാണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വേണം പിടിച്ചിരിക്കാൻ. നല്ല വളവുകളും തിരിവുകളും ഉള്ള റോട്ടിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വഴിയിലൂടെയുള്ള യാത്ര ഒരു നല്ലൊരു അനുഭവമാണ്. എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളെല്ലാം ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. കാറുകളെല്ലാം പേടിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ, ബസ് വരുന്നത് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ മറയൂർ അടുക്കാറാവുമ്പോഴേക്കും തേയിലത്തോട്ടങ്ങളെല്ലാം കഴിയും. പിന്നെ ഇതാ വനമാണ്, കണ്ടില്ലേ. ഇതുപോലുള്ള വനത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ താഴെയായിട്ട് ചെറിയ തോതിൽ തേയിലത്തോട്ടം കാണാം. എന്നാലും കൂടുതലായിട്ടും തേയിലയെല്ലാം ഉള്ളത് മൂന്നാർ ഭാഗത്തേക്കാണ്. ഇതിപ്പോഴും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മറയൂർ ഭാഗത്തേക്കാണ്. കന്നുകാലികളെല്ലാം നടന്ന് പോകുന്നത് കണ്ടില്ലേ. എന്തായാലും ദൂരെയായിട്ട് കാണുന്ന വലിയ വലിയ മലനിരകളും കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ലൊരു അനുഭവമാണ്. യെസ്, അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറയൂർ ചന്ദനക്കാടുകൾക്കുള്ളിലൂടെയാണ്. വണ്ടി പറന്നു പോവുകയാണ്, അതുകൊണ്ട് നല്ലതുപോലെ ഒന്നും കാണാൻ പറ്റില്ല. ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കാണുക, ഇത് തന്നെയാണ് ചന്ദന മരങ്ങളെന്ന്. റബ്ബർ എസ്റ്റേറ്റിൽ റബ്ബർ മരങ്ങൾ കൂട്ടത്തോടെ കൃഷി ചെയ്യുന്നത് പോലെയാണ് ചന്ദന മരങ്ങളും കൂട്ടത്തോടെ ഉള്ളത്. ഈ കാണുന്നതെല്ലാം തേക്കിൻ കാടാണ്. തേക്കിൻ കാട് കൊണ്ട് ചന്ദന മരങ്ങളുണ്ട്, അങ്ങനെ മാറി മാറി വരും. ഇതാ കണ്ടില്ല, ആ ഓപ്പോസിറ്റ് സൈഡായിട്ട് കാണുന്നത് ചന്ദന മരങ്ങളാണ്. കമ്പിവേലിയെല്ലാം കെട്ടി സുരക്ഷിതമായിട്ട് നിർത്തിയിരിക്കുവാണ്. കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോൾ നമ്മുടെ സൈഡിലും കാണും. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാമായിട്ട് കമ്പിവേലി കെട്ടി നിർത്തിയിരിക്കുന്നത് ചന്ദന മരങ്ങളാണ്. അതിനിടയിലായിട്ട് കണിക്കൊന്നയുണ്ട്. അടുത്ത ആഴ്ച വിഷുവാണ്, ഒറ്റപ്പൂ അപ്പോഴും കാണില്ല. അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം മറയൂർ എത്തിയിരിക്കുവാണ്. മറയൂർ ടൗണിലേക്ക് ബസ് കയറുവാണ്. ഈ കാണുന്നത് മറയൂർ ബസ് സ്റ്റാൻഡാണ്. ആലുവയ്ക്ക് പോകുന്നൊരു KSRTC ബസ് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മുടെ ബസ്സും റിവേഴ്സ് എടുത്ത് ഇങ്ങോട്ടേക്ക് നിർത്തുവാണ്. ഹാൾട്ടിങ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ നമ്മുടെ ബസ്സിന് ഇവിടെ ഒരു 10 മിനിറ്റ് ഹാൾട്ടിങ് ഉണ്ട്. ഇത് പഴനിക്ക് പോകുന്ന ബസ്സാണ്. പെട്ടെന്ന് ബസ്സിന്റെ ബോർഡൊന്നും കാണിക്കാൻ പറ്റിയില്ലായിരുന്നു, ഓടിച്ചാടി കയറുമായിരുന്നു. ഉടുമൽപേട്ട വഴി പഴനി. കൊട്ടാരക്കരയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയാണ്. കോട്ടയം, കോതമംഗലം, മൂന്നാർ, മറയൂർ, ഉടുമൽപേട്ട വഴി പഴനി. അങ്ങനെ ഈ മറയൂർ എന്ന് പറയുമ്പോഴറിയാമല്ലോ, ശർക്കരയ്ക്കാണ് ഫേമസ്. ഇവിടെ കുറച്ചധികം ശർക്കരയുടെ സ്റ്റോറുകളെല്ലാം ഉണ്ട്. ഇത് അവിടെയായിട്ട് ശർക്കരയെല്ലാം വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ ശർക്കരകളെല്ലാം ഇവിടുത്തെ കടകളിൽ നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതോ അവിടെ ആയിട്ട് ഒരു തട്ടിൽ കുറച്ച് സ്നാക്സുകൾ വെച്ചിട്ടുണ്ട്. അത് ഏതെടുത്താലും 10 രൂപയാണ്. വന്നാലും കൊള്ളാം അല്ലേ. ഇതെവിടെയായിട്ട് നോക്കിയേ, ഒരു കടയുടെ മുകളിൽ കുരങ്ങന്മാർ എവിടെയും ഉണ്ട്.
കുറ്റാലത്തെല്ലാം പോകുമ്പോൾ സ്ഥിരം കാഴ്ചയാണ്. ഇതുപോലുള്ള ഹിൽ സ്റ്റേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം ഇതേപോലെ കുരങ്ങന്മാരും ജീവികളും എല്ലാം ഉണ്ട്. ഇത് എവിടെ ഇരുന്നത്? ഉണ്ട്, ഇതാ കണ്ടില്ലേ? ഈ റോഡ് സൈഡിലുള്ള കൊച്ചു കൊച്ചു കടകൾ, ചെറിയ ചെറിയ ഫ്രൂട്ട്സ് കടകളും അതുപോലത്തെ പല പല കടകൾ കാണാൻ നല്ലൊരു ഫീലുണ്ട്. ഒരു ചെറു പട്ടണത്തിൻ്റെ ഫീൽ, അതൊരു പ്രത്യേകത തന്നെയാണ്. കേരള ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെയാണ് വനശ്രീ എക്കോ ഷോപ്പ്. ഇതായിട്ടായിട്ടൊരു നാരങ്ങ വെള്ളക്കട നോക്കേ. എല്ലാം ഒരേ ടൈപ്പ് കുപ്പികൾ, നാരങ്ങ അതിന് മുകളിലായിട്ട് വെച്ചിരിക്കുന്നു. അതെന്തായാലും കൊള്ളാം അല്ലേ? പിന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഇവിടെ എല്ലാം കുറച്ചധികം ലോട്ടറി കടകളുണ്ട്. ഇത് അങ്ങോട്ടേക്കെല്ലാം ലോട്ടറി കടകളുണ്ട്. തമിഴ്നാട്ടിൽ ലോട്ടറി ഇല്ലല്ലോ, ഇവിടെ വന്ന ആൾക്കാർ ലോട്ടറി വാങ്ങിയിട്ട് പോകും. ഒരു തവണ തമിഴ്നാടിന് ഓണം ബമ്പർ അടിച്ചായിരുന്നല്ലോ, അതിനുശേഷം അവർക്ക് ഭയങ്കര വിശ്വാസമാണ് നമ്മുടെ ലോട്ടറിയെ. ഇവിടെ നിന്നും 17 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തമിഴ്നാടായി. ഒരു 10 മിനിറ്റ് ബസ് നിർത്തിയിട്ടിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഡ്രൈവറും കണ്ടക്ടറും എല്ലാം ചായ കുടിച്ചിട്ട് വന്നു. അപ്പോഴെന്തായാലും നമുക്ക് ബസ്സിലേക്ക് കയറാം. 10 മിനിറ്റ് ഇവിടെ കണ്ട കൊച്ചു കൊച്ചു കാഴ്ചകളൊക്കെയാണ് ഞാൻ കാണിച്ചത്. ഇനി നമുക്ക് എന്തായാലും ബാക്കി ബസ്സിലിരുന്ന് കാണാം. അങ്ങനെ നമ്മുടെ ബസ്സിൽ ഡബിൾ മണി അടിച്ചിരിക്കുവാണ്. അങ്ങനെ നമ്മൾ ഉടുമലൈപ്പേട്ടയിലെ ഓരോരോ കൊച്ചു കൊച്ചു കടകളും വീടുകളും എല്ലാം കഴിഞ്ഞ് പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. കുറച്ച് ദൂരം കൂടെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഈ ഒരു ടൗൺ വൈബ് അങ്ങ് മാറിയിട്ട് ഒരു വന വൈബിലേക്ക് കയറും, ഒരു വന്യതയിലേക്ക് കയറും. എന്തായാലും നമുക്ക് യാത്ര ചെയ്ത് മുന്നിലേക്ക് പോവാം. ഇതോ കണ്ടില്ല, അവിടെ എല്ലാമായിട്ട് വലിയ വലിയ മലനിരകളെല്ലാം കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് വീടുകളെല്ലാം കയറി വന്നിട്ടുണ്ട്. അതാ കണ്ടില്ലേ, ഇവിടെ എല്ലാമായിട്ട് വലിയ വലിയ മലനിരകൾ. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോഴത്തെ ഇവിടെ ആയിട്ട് സിപ്പ് ലൈനും അതേപോലത്തെ ആക്ടിവിറ്റി എല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ടൗൺ വൈബ് അങ്ങ് മാറിയെന്ന്. ഇനി അങ്ങോട്ട് കുറച്ച് സൈലന്റ് ആണ്, കുറച്ചെന്നല്ല കുറച്ചധികം സൈലന്റ് ആണ്. ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ആനമലൈ ടൈഗർ റിസർവ് ഒക്കെയാണ് വരാൻ പോകുന്നത്. വളവിൽ വണ്ടി വളച്ച് നിർത്തിയിരിക്കുവാണ്, ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്തിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഓരോരോ വണ്ടികളും ഒതുക്കി നിർത്തിയിരിക്കുവാണ്. വീതി കുറഞ്ഞ റോഡാണ് കേട്ടോ. നമ്മൾ മുന്നിലേക്ക് വരുന്തോറും വീതി കുറഞ്ഞ റോഡാണ്. നമുക്ക് മുന്നിലായിട്ടൊരു ടൂറിസ്റ്റ് ബസ് വന്നായിരുന്നു, അത് റിവേഴ്സ് എടുക്കുവാണ്. ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്കാണ് പോകുന്നത്. റോഡിൽ നിന്നും ടയർ താഴെ ഇറക്കിയെങ്കിലേ സൈഡ് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ ഓരോരോ മരത്തിന്റെ ചില്ലകളും വിൻഡോസിൽ ഇങ്ങനെ വന്ന് ടകടകടകടകെ എന്ന് പറഞ്ഞ് അടിക്കും. അതുകൊണ്ട് ഈ സൈഡിലിരിക്കുമ്പോൾ സൂക്ഷിക്കുക. എന്തായാലും നല്ല വളവുകളും തിരിവുകളും ഉള്ള റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ലൊരു ഫീലുണ്ട്. ഇതാ വലിയ വലിയ പാറകൾ വെട്ടിയാണ് ഈ റോഡ് ചെയ്തിരിക്കുന്നത്. നോക്കേ, മഴ പെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കറുത്ത പാറയിൽ മഴവെള്ളം വീഴുമ്പോൾ നല്ല കരിമ്പാറ, നല്ല കറുകറായിരിക്കും. റോഡ് പോലെ നല്ല കറുത്തിരിക്കും പാറകൾ. ചന്ദനക്കാടുകളെല്ലാം കഴിഞ്ഞു. ഈ കാണുന്നതെല്ലാം നോർമൽ കാടാണ്, നോർമൽ മരങ്ങളാണ്. ഏതൊക്കെയോ മരങ്ങളാണ്, എന്നാലും ചന്ദനത്തിൻ്റെ അത്ര ഡിമാൻഡ് ഒന്നുമില്ല. അതുകൊണ്ടാണ് കമ്പിവേലിയൊന്നും കെട്ടി മറച്ചിട്ടൊന്നുമില്ല. കാടിനെ പറയുന്നത് ഓപ്പൺ ട്രഷർ എന്നാണ്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. വലിയ ഡയലോഗൊന്നും അടിക്കുന്നില്ല, ഞാൻ അത് ഓർമ്മ വന്നോണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ, ഓരോരോ വണ്ടികളും പെട്ടെന്ന് വളവിൽ ഫ്രണ്ടിൽ വരും. അതുകൊണ്ട് നിങ്ങൾ ഇതുവഴി കാറിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണം. അപകടമായിട്ടുള്ള വളവുകളാണ്. ചെറിയ തട്ടൊക്കെ ആണെങ്കിൽ തന്നെയേ വണ്ടി പണിയാനൊന്നും ഇവിടെ അടുത്ത് സർവീസ് സെൻ്ററൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ ചില പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഈ ആൾക്കാരും ഒന്നും ചിലപ്പം നമുക്ക് പറയുന്ന കണക്കല്ല. ചെറുതായിട്ട് ഒന്ന് സ്പീഡ് കൂടിയാനോ എന്തിനേലും ഒക്കെ ചീത്ത വിളിക്കാനും വഴക്കുണ്ടാക്കാനും ഒക്കെ വരും. അഥവാ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും ചില ആൾക്കാർ വഴക്കുണ്ടാക്കാൻ വേണ്ടി യാത്ര പോകുന്നവരുമുണ്ട്. കള്ളൊക്കെ കുടിച്ചിട്ട് നാട്ടുകാരുടെ മെക്കിട്ട് കയറാൻ വേണ്ടി ചെല്ലുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോഴങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് സൂക്ഷിക്കേണ്ടതാണ്. അവർ ഈ പേപ്പട്ടികളെ പോലെയാണ്, അങ്ങോട്ട് നമ്മൾ ചെന്നില്ലെങ്കിലും ഇങ്ങോട്ട് വരും. അങ്ങനെ വീണ്ടും വണ്ടി നിർത്തിയിരിക്കുവാണ്. അങ്ങനെ ഓരോരോ വണ്ടികൾ വരുംതോറും പയ്യെ പയ്യെ നിർത്തിയാണ് പോകുന്നത്. ഞാനൊരു കാര്യം പറയാം, ടാറിങ് ഒരു വല്ലാത്ത രീതിയിലെ ടാറിങ് ആണ്. ചെറിയ വണ്ടികൾക്കൊന്നും താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല, അടി തട്ടും. കണ്ടില്ലേ, നല്ല ഹൈറ്റിലാണ് ടാർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ചെറിയ വണ്ടികൾക്കൊന്നും സൈഡ് കൊടുക്കാൻ പറ്റില്ല. ബസ്സൊക്കെയാണ് താഴേക്ക് ഇറക്കുന്നത്. അതൊരു പോരായ്മയായിട്ട് തോന്നി. അത് സൈഡിൽ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കൂടുതൽ ഭാഗത്തും അതേപോലത്തെ ടാറിങ് ആണ്. ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഹൈറ്റ് കുറഞ്ഞു നിൽക്കുന്നത്. വേറെയും ഒരു വണ്ടി വന്നിട്ടുണ്ട്. വണ്ടി വീണ്ടും
സ്ലോ ആക്കിയിരിക്കുവാണ്. റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് നല്ല കാഴ്ചകളുള്ളത്. അവിടെ ആയിട്ടാണ് വ്യൂ പോയിന്റ് എല്ലാം ഉള്ളത്. നമ്മളിരിക്കുന്നത് ഇപ്പുറത്തെ ഭാഗത്തായി പോയി. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കാണുന്ന കാഴ്ചകൾ കണ്ട് കണ്ട് യാത്ര ചെയ്യാം. അടുത്ത തവണ വരുമ്പോൾ അപ്പുറത്തെ ഭാഗത്തായിട്ടിരിക്കാം. അതാ ഞാൻ പറഞ്ഞില്ലേ, വണ്ടികളൊന്നും താഴേക്ക് ഇറക്കില്ല. റോഡിന്റെ സൈഡിലത്തെ താറിങ് ഒരുപാട് പൊക്കത്തിലാണ്. കാറിന്റെ എല്ലാം അടി തട്ടുന്നത് കൊണ്ടേ. ഇതാ നോക്കേ, സൈഡിലത്തെ ആ ഒരു ബോർഡർ കണ്ടില്ലേ, ടാറ് നല്ല ഹൈറ്റിലാണ്. അതുകൊണ്ട് അവരെയും കുറ്റം പറയാൻ പറ്റില്ല ഒതുക്കി കൊടുക്കാത്തതേ. പുളിമരമല്ല, മുള്ളുമരം. അതാ നോക്കേ, എന്റെ ദൈവമേതാ, നോക്കി കണ്ടു വരുന്നില്ലെങ്കിലേ മുഖത്തൊക്കെ വന്ന് കൊള്ളും. മുള്ളാത്, മുള്ള്. അടിപൊളി കേട്ടോ, മയിലുകൾ. പെട്ടെന്ന് കഴിഞ്ഞു. 1-2 എണ്ണത്തിന്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പെട്ടെന്നാണ് കാണുന്നതേ. വീഡിയോ ഓണാക്കുമ്പോഴേ അതങ്ങ് പോകും. നമ്മൾ പിന്നെ പ്രൈവറ്റ് വാഹനങ്ങളിലല്ലല്ലോ വരുന്നത്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയതുകൊണ്ട് കണ്ടു, അത്രേ ഉള്ളൂ. നോക്കട്ടെ, ഇനി കാണുവാണെങ്കിൽ നമുക്ക് നോക്കാം. നോക്കിയിരിക്കുമ്പോഴേ കാണില്ല, അങ്ങനെയാണല്ലോ. ഈ ഒരു മഴ പെയ്യാൻ പോകുന്ന അന്തരീക്ഷത്തിലാണ് കൂടുതലായിട്ടും മയിലുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങുന്നത്. പീലി വിടർത്തിയെല്ലാം നിൽക്കുന്നത് ഈ ഒരു സമയത്താണെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെന്നേ. ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെയാണ്. ഇവിടെ ആയിട്ട് നോക്കിയാൽ കുറച്ചധികം മയിലുകൾ. പക്ഷേ ഇത് പെൺമയിലാണ്, പീലിയുള്ള മയിലല്ല. പീലിയുള്ള മയിൽ നേരത്തെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം, പോകുന്ന വഴിക്ക് കാണുമോ നോക്കാം. അങ്ങനെ നമ്മൾ കുറച്ചു ദൂരം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് മലനിരകളെല്ലാം കാണാൻ പറ്റുന്നൊരു ഭാഗം വന്നിട്ടുണ്ട്. നല്ല വനമാണ്, ഘോര വനമാണ്. യെസ്, അങ്ങനെ നമ്മളൊരു കുറച്ചു ദൂരം യാത്ര ചെയ്ത് വന്നപ്പോഴത്തെ ഇവിടെ ആയിട്ടൊരു ക്വാർട്ടേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ റോഡ് പണി നടക്കുവാണെന്ന്? ഇതാ കണ്ടില്ലേ, റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ട വണ്ടികളെല്ലാം ഇവിടെ കാണാം. റോഡ് റോളറും അങ്ങനത്തെ വണ്ടികളെല്ലാം ഇവിടെ കാണാം. യെസ്, നമ്മളങ്ങനെ ഒരു ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുവാണ്. പരിശോധനയ്ക്കായിട്ട് ഉദ്യോഗസ്ഥരെല്ലാം കയറിയിട്ടുണ്ട്. യെസ്, അങ്ങനെ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുവാണ്. തമിഴിൽ ബോർഡെല്ലാം കണ്ടു തുടങ്ങി. വെൽക്കംസ് യു ആനമലൈ ടൈഗർ റിസർവ്. ഇവിടെയും ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റും ബസ് സ്റ്റോപ്പും കൂടെയാണെന്ന് തോന്നുന്നത്. ആ കണ്ടില്ലേ, ഒരു അമ്മ യാത്രയാക്കുവാണ്. വെൽക്കം ആനമലൈ ടൈഗർ റിസർവ്, തിരുപ്പൂർ ഡിവിഷൻ, അമരാവതി റേഞ്ച്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുവാണ്. നോക്കാം നമുക്ക് പോകുന്ന വഴിക്ക് ആനയെ കാണാൻ പറ്റുമെന്ന്. പക്ഷേ ഈ സമയത്തൊന്നും കാണാൻ പറ്റില്ല, രാത്രിയാണ്. രാത്രി അല്ലെങ്കിൽ ഒരുപാട് വെളുപ്പിനെ വരണം ആനയെ കാണണമെങ്കിൽ എന്നാണ് ഞാൻ ഇവിടെ അറിഞ്ഞത്. എന്തായാലും നമ്മൾ പോകുന്ന റൂട്ടെല്ലാം കാണാൻ ഒരു പ്രത്യേക ഫീലുണ്ട്. നമ്മളിങ്ങനെ പോകുന്നതിന് ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ടൊരു റോഡ് കാണാമായിരുന്നു. ഇതാ കണ്ടില്ല, അവിടെ ആയിട്ടൊരു റോഡ് കാണാം. ആ റോഡിലേക്കാണ് നമ്മുടെ ബസ് വളഞ്ഞു പോകുന്നത്. ഹെയർ പിൻ ബെൻഡാണ്. ഇതെപ്പോഴായിട്ടൊരു ഹെയർ പിൻ ബെൻഡ് വരും. ആ ഹെയർ പിൻ ബെൻഡിലേക്ക് നമ്മുടെ ബസ് വളഞ്ഞു പോകും. ഇതാ കണ്ടില്ലേ, വലിയൊരു വളവാണ്. വണ്ടി റിവേഴ്സ് എടുത്തിട്ടേ വളയുള്ളൂ, ഒറ്റ വളയ്ക്കൽ വളയില്ല. ടയറുകൾ സ്ഥിരമായിട്ട് വളഞ്ഞ് അവിടെ ഒരു മാർക്ക് വീണിരിക്കുന്ന കണ്ടില്ലേ.
എന്തായാലും ഓരോരോ വളവുകളും വളയുമ്പോൾ ദൂരെയായിട്ട് വലിയ വലിയ മലനിരകൾ കാണാം. അതൊരു പ്രത്യേക ഫീല് തന്നെയാണ്, ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം കുറച്ച് കടകളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് എത്തിയിരിക്കുവാണ്. ഇനി ഇവിടുന്ന് ഉടുമലൈപ്പേട്ടയിലേക്ക് 16 കിലോമീറ്ററേ ഉള്ളൂ. ഇതെവിടെയായിട്ടൊരു ചെക്ക് പോസ്റ്റ് പോലൊരു സംഗതി കാണാം, പക്ഷേ ഇത് ചെക്ക് പോസ്റ്റ് ഒന്നുമല്ല. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പൂർണ്ണമായിട്ടും പ്രവേശിച്ചിരിക്കുവാണ്. കാരണം റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് പുളിമരവും വേപ്പുമരവും എല്ലാം കാണുന്നുണ്ട്. യെസ്, അങ്ങനെ ഞാൻ ഉടുമലൈപ്പേട്ട ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുവാണ്. ഞാൻ വന്നിറങ്ങിയ ബസ്സാണ് ഇതോ ആ പോകുന്നത്. ഇപ്പോൾ സമയം വൈകുന്നേരം 5:50 ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോവുകയാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം എടുത്തു പറയാം. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ പ്രൈവറ്റ് വാഹനങ്ങളിൽ വരുവാണെന്നുണ്ടെങ്കിൽ, റോഡ് നല്ല ഹൈറ്റിലാണ്, പുതുതായിട്ട് ടാർ ചെയ്തിരിക്കുന്നത് നല്ല ഹൈറ്റിലാണ്. അതുകൊണ്ട് നമ്മൾ ബസ് വരുമ്പോൾ സൈഡ് കൊടുക്കുമ്പോൾ താഴേക്ക് ഇറക്കുമ്പോൾ അടി തട്ടും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയായിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ആ ഒരു കാര്യം സൂക്ഷിക്കുക. പിന്നെ ബസ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിൻഡോ സീറ്റിൽ ഇരിക്കുമ്പോൾ ടക്കട്ടക്കെന്നും പറഞ്ഞിട്ട് മുള്ളുകാടും അങ്ങനത്തെയൊക്കെ സംഗതികൾ വന്ന് നമ്മുടെ മുഖത്തൊക്കെ തട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ശ്രദ്ധ വേണം. ഉറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഷട്ടർ അടച്ചിട്ട് കിടക്കുക. അങ്ങനെ ആ ഒരു യാത്രയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിരിക്കുവാണ്. ഇനി ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുവാണ്. 6:35 ഒരു ട്രെയിനുണ്ട്. അത് അമൃത എക്സ്പ്രസ് ആണ്. മധുരയിൽ നിന്നും ഓടി വരുന്ന വണ്ടിയാണ്. 6:35 ഉടുമലൈപ്പേട്ട റെയിൽവേ സ്റ്റേഷനിലെത്തും. എന്നിട്ട് ആ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ രാത്രി 8:30 പാലക്കാട് എത്തിയിട്ട് ഞാൻ ട്രെയിൻ അല്ലാതെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ രാവിലെ, അതായത് വെളുപ്പിനെ 1:30, വെള്ളിയാഴ്ച വെളുപ്പിനെ 1:30 ഒരു ട്രെയിനുണ്ട്. അത് നാട്ടിലേക്കുള്ള വണ്ടിയാണ്. അത് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് സ്ലീപ്പർ ബുക്ക് ചെയ്തിരിക്കുകയാണ്. 217 രൂപയാണ് ചാർജ്. മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസ് ആണ്. 16315 എന്നാണെന്ന് തോന്നുന്നു ട്രെയിനിൻ്റെ നമ്പർ. കറക്റ്റായിട്ടുള്ള കാര്യം ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് കൊടുത്തേക്കാം. എന്തായാലും നമുക്ക് ഉടുമലൈപ്പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. ഇപ്പോഴും സമയം 6 മണിയായിട്ടുണ്ട്. ട്രെയിൻ വരാൻ ഇനി അരമണിക്കൂർ സമയമുണ്ട്. അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ, വനത്തിലൂടെയുള്ള KSRTC ബസ്സിലുള്ള യാത്രയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.